Chole Bhature. Chole Bhature എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മുടെ ചന മസാലയും ബട്ടൂരയുമാണ്. നല്ല ഫ്ലഫി ആയിട്ടുള്ള ബട്ടൂരയും നല്ല ടേസ്റ്റുള്ള ചന മസാലയും, രണ്ട് ഡിഷസ് ആണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടെസ്റ്റിമോണിയൽസ് വന്നിരിക്കുന്നത് USA നിന്നാണ്. അനീത നായർ നമ്മുടെ 3 ഡിഫറെൻറ്റ് റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് ഫോട്ടോസും അയച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ലസാനിയ റെസിപ്പി ട്രൈ ചെയ്തു, അത് ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കി നോക്കിയത്. എന്നിട്ട് ഒരുപാട് നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞു. അതുപോലെ തന്നെ തലശ്ശേരി ചിക്കൻ ബിരിയാണി ഇപ്പോൾ മിക്ക വീക്കെൻഡ്സിൽ ഉണ്ടാക്കാറുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ചിക്കൻ കബ്സ ആദ്യമായിട്ടാണ് കബ്സ ഉണ്ടാക്കുന്നത്, നന്നായിട്ടുണ്ട് ഫോട്ടോ. ഇനിയും റെസിപ്പീസ് ട്രൈ ചെയ്യണം, ഇനിയും ഫോട്ടോസ് അയക്കണം. താങ്ക്സ് എ ലോട്ട്. ഫോട്ടോസ് അയക്കാനുള്ള ഇമെയിൽ അഡ്രസ് recipesarsimple@gmail.com. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പഞ്ചാബി സ്റ്റൈൽ ചോലെ ഭട്ടൂരെ, നല്ല സോഫ്റ്റ് ഫ്ലഫി ഭട്ടൂരയും നല്ല ടേസ്റ്റുള്ള ചന മസാലയും. നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ ചന അല്ലെങ്കിൽ വെള്ളക്കടല 1 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഇതൊരു 8 മണിക്കൂർ അല്ലെങ്കിൽ രാത്രി സോക്ക് ചെയ്ത് വെക്കാം, എന്നിട്ട് രാവിലെ ഉണ്ടാക്കാം. വൈകിട്ടേക്കാണെങ്കിൽ രാവിലെ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നമ്മുടെ ഭട്ടൂരക്ക് ആവശ്യമുള്ള ഈസ്റ്റ് വേണം. ഈസ്റ്റ് സൊല്യൂഷൻ പ്രൂവ് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരുവിധം ചൂടുവെള്ളം വേണം. ഒരുപാട് തിളച്ച് ചൂടായിരിക്കരുത്, എന്നാൽ ചൂട് കുറയാനും പാടില്ല. നമ്മുടെ ഈസ്റ്റ് ആക്ടിവേറ്റ് ആവണം. അതിൻ്റെ ഓപ്റ്റിമം ടെമ്പറേച്ചർ 40.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷെ നമ്മൾ വിരൽ വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ ഒരു ഫിംഗർ മുക്കി വെച്ചാൽ ഒരുവിധം നല്ല ചൂട് തോന്നണം. ഒരു 3-4 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് കൈയെടുക്കാൻ തോന്നണം. അത്രയും ചൂടുണ്ടെങ്കിൽ ഈസ്റ്റ് ആക്ടിവേറ്റ് ആവും. ചൂട് കുറഞ്ഞു പോയാൽ ആക്ടിവേറ്റ് ആവില്ല. അപ്പോൾ 1 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതൊരു കപ്പിലേക്ക് ഇട്ടു. അതിൻ്റെ ഒപ്പം 1/2 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 1/2 കപ്പ് ഈ പറഞ്ഞ ചെറു ചൂടുള്ള നല്ല ഒരുവിധം തിരക്കേടില്ലാത്ത ചൂടുള്ള വെള്ളം. അത് നമുക്കൊന്ന് സ്റ്റർ ചെയ്ത് വെക്കാം. എന്നിട്ട് ടൈമർ സെറ്റ് ചെയ്യാം 10 മിനിറ്റ്. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ സൊല്യൂഷൻ ഒന്ന് പതിഞ്ഞ് വരാൻ തുടങ്ങും. അങ്ങനെ പതിഞ്ഞിരിക്കുന്ന ഈ സൊല്യൂഷൻ കാണുമ്പോൾ അറിയാം അത് കറക്റ്റായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ടെന്ന്. നമുക്ക് നമ്മുടെ ഭട്ടൂരക്കോ ബ്രെഡ് ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കാൻ പറ്റിയതാണെന്ന്. ഒട്ടും പതിഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ അത് ആക്റ്റീവ് ആയിട്ടില്ല. ചിലപ്പോൾ ഈസ്റ്റ് പഴയതായിട്ട് ആയിരിക്കും, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ചൂട് പാകമാവാണ്ട് ആയിരിക്കും. പിന്നെ നമ്മുടെ ഭട്ടൂരയ്ക്ക് വേണ്ടി നമുക്ക് ഒരു 3 കപ്പോളം മൈദ ആവശ്യമുണ്ടാവും. പക്ഷെ ആദ്യം നമ്മൾ ഈ ബോളിലേക്ക് 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി 1 കപ്പ് തൈര് വേണം. തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ മൈദയിലേക്ക് ചേർക്കുന്നത്. ഒരുപാട് തണുപ്പില്ല ഞാൻ ഉപയോഗിക്കുന്ന തൈരിന്. ഇതേ നമ്മുടെ ഈ സൊല്യൂഷൻ പതിഞ്ഞു വരുന്നത് സൈഡിൽ നമുക്ക് കാണാം. അപ്പോൾ മൈദയിലേക്ക് ഞാൻ തൈര് ബീറ്റ് ചെയ്തിട്ട് ചേർത്തു. പിന്നെ ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ആദ്യം ഞാൻ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് സ്റ്റർ ചെയ്ത് ആ മൈദമാവൊക്കെ നനഞ്ഞു വരുന്ന വരെ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഈ റെഡിയായി നല്ല പതിഞ്ഞു വന്നിരിക്കുന്ന ഈ സൊല്യൂഷൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പോളം മൈദമാവ് പിന്നെയും ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഡോ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് ആദ്യം തന്നെ ചേർക്കാത്തത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഇളക്കി നമ്മുടെ ഡോ ഇങ്ങനെ സോഫ്റ്റും എലാസ്റ്റിക് ആയിട്ട് തുടങ്ങും. കുറച്ച് സ്റ്റിക്കി ആയിരിക്കും, അത് കുഴപ്പമില്ല. ഒന്ന് നല്ല എലാസ്റ്റിക് ആയി തുടങ്ങുമ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഇത് കുഴയ്ക്കാം. അതിന് വേണ്ടി കുറച്ചും കൂടി മൈദ
ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് കുഴച്ച് ഒരു ബോളാക്കാൻ വേണ്ടിയുള്ള അത്ര മൈദ മതി. മൈദ കൂടി പോകണ്ട. നല്ല സ്മൂത്ത് ഒരു ബോളാക്കിയതിന് ശേഷം നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഇതിൻ്റെ ചുറ്റും ഒന്ന് പരട്ടി കൊടുക്കണം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് കാറ്റൊന്നും കൊള്ളാത്തൊരു സ്ഥലത്ത് മാറ്റി വയ്ക്കാം. 6 മുതൽ 8 മണിക്കൂർ വരെ ആ മാവ് നന്നായി പൊന്തി വരുന്ന വരെ. അപ്പം മിക്കപ്പോഴും ചന സോക്ക് ചെയ്യണതും ഈ മാവ് കുഴച്ച് വെക്കുന്നതും ഒരേ സമയത്തായിരിക്കും. അപ്പോൾ ഒരുമിച്ച് അത് തയ്യാറാക്കാം. ഇനി നമുക്ക് നമ്മുടെ ചന കുക്ക് ചെയ്യാം. ചന സോക്ക് ചെയ്ത ആ വെള്ളം നമുക്ക് ഡ്രെയിൻ ചെയ്തിട്ട് കളയാം. അതിനുശേഷം ഒരു ചെറിയ പ്രഷർ കുക്കറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 1-2 ഇഞ്ച് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിന് പാകത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റ് പ്രഷർ കുക്കറിൽ വെക്കുന്നു. ഞാൻ ഈ ചെറിയ പ്രഷർ കുക്കർ ആയതുകൊണ്ട് ആണ് ഈ ടൈം. നിങ്ങളുടെ പ്രഷർ കുക്കറും നിങ്ങളുടെ ഗ്യാസ് ബർണർ അനുസരിച്ച് സമയം ചിലപ്പോൾ കുറച്ച് വ്യത്യാസം വരും. ഇനി ഈ ചന കൂടുതൽ വേവാണ്ടിരിക്കണമെങ്കിൽ പെട്ടെന്ന് കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഇതുപോലെ സ്ലോട്ടഡ് സ്പൂൺ വെച്ചിട്ട് മാറ്റിയാൽ മതി. ആ വേവിച്ച വെള്ളം മാറ്റി വെക്കണം, ചനയും മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ചോല ഉണ്ടാക്കാം, നമ്മുടെ ചന മസാല. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞത്, അതുപോലെ 2 ഇടത്തരം സൈസിലുള്ള ടൊമാറ്റോസ് ചോപ്പ് ചെയ്തത്, പിന്നെ ഓരോ ടീസ്പൂൺ വീതം ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും, അത് ഞാൻ കല്ലുമിട്ട് ചതച്ച് പേസ്റ്റ് ആക്കിയിരിക്കുന്നതാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്തത്. ഇനി നമുക്ക് ഒരു ഫ്രൈങ് പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം ഇട്ടിട്ട് അതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് ചെറുതായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റി ആ പച്ചമണം മാറുന്ന വരെ നമുക്ക് കുക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ടൊമാറ്റോസ് ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒരു മീഡിയം തീ, ഒരുപാട് കൂടിയ തീയല്ല, അതിൽ വെച്ചിട്ട് പതുക്കനെ ഇത് നല്ലോണം ഉടഞ്ഞ് മാഷ് ചെയ്യാൻ പറ്റണ പരുവത്തിലാക്കണം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോസ് നന്നായിട്ട് മാഷ് ചെയ്ത് ചേർന്ന് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർക്കുന്ന പൊടികൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ നല്ല പഞ്ചാബി സ്റ്റൈൽ ഗരം മസാല ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഉടനെ തന്നെ ഇടുന്നുണ്ട് ഒരു പഞ്ചാബി സ്റ്റൈൽ ഗരം മസാല. ചിക്കൻ ടിക്ക, തന്തൂരി ചിക്കൻ, ബട്ടർ ചിക്കൻ ഇങ്ങനത്തെ റെസിപ്പീസിനൊക്കെ അത് വളരെ നല്ലതാണ്. ഇതില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗരം മസാല യൂസ് ചെയ്താൽ മതി. അതിൻ്റെ ഒപ്പം 1/4 ടീസ്പൂൺ കസൂരി മേത്തി വേണം. എന്നുവെച്ചാൽ നമ്മുടെ ഉണങ്ങിയ ഉലുവടയല്ല, അത് കൈ വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ 1.5 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതൊന്നും മെൽറ്റ് ചെയ്യുന്ന വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഒന്ന് നല്ല ഗ്ലോസി ആയിട്ട് മാറും. അപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ ഈ മസാല ചന മസാല ആയിട്ട് മാറാൻ പോണത്. നമ്മൾ മാറ്റി വെച്ചിരുന്ന ചന വെള്ളത്തിൽ മാറ്റി വെച്ചിരുന്നത്, അതിൽ നിന്ന് ചന മാത്രം കോരിയെടുക്കാം. എന്നിട്ട് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ഈ മസാലയിൽ ചേർന്ന് നന്നായി തീ കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ മസാലയുടെ രുചിയൊക്കെ നമ്മുടെ വെള്ളക്കടലമിൽ പിടിക്കും. ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇപ്പം ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചന കുക്ക് ചെയ്ത ആ വെള്ളം നേരത്തെ മാറ്റി വെച്ചിരുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കാം. തീ കൂടി തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കിത് തിളയ്ക്കണ വരെ കാത്തിരിക്കാം. അതിനുശേഷം തീ കുറച്ചിട്ട് 10 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ ചാറൊക്കെ നല്ല കുറുകി നല്ല കട്ടിയായിട്ട് വരും. നമ്മുടെ ചന നല്ല സോഫ്റ്റും നല്ല ഫ്ലേവർഫുള്ളുമായിട്ടും മാറിയിട്ടുണ്ടാവും. ഒടുവിൽ നമുക്ക് ചെറിയ സ്റ്റിക്കായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചിയുടെ കഷ്ണവും കുറച്ച് പച്ച മല്ലിയിലയും വെച്ചിത് ഗാർണിഷ് ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ ഭട്ടൂര പൊരിക്കാനുള്ളത് നോക്കാം. നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്.
കൈമിൽ കുറച്ച് മൈദ സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം നമുക്ക് ഈ മാവ് ഒരു പ്രാവശ്യം ഒന്ന് കുഴച്ച് ഇത് 10 ഭാഗമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. ഇങ്ങനെ 10 പോർഷനാക്കി ബോളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കിനൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് മൈദപ്പൊടി വിതറിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ബട്ടൂർ ഒന്ന് പരത്തിയെടുക്കാം. ഒരു നല്ല റൗണ്ടായിട്ട് പറ്റുന്ന അത്രയും വലുപ്പത്തിൽ പരത്താൻ നോക്കണം. പക്ഷേ ഒരുപാട് കനം കുറയണ്ട. എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം മാവ് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നോക്കിയാൽ മതി. വേഗം തന്നെ പൊങ്ങി വരികയാണെങ്കിൽ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബട്ടൂറും ഒരു സമയത്ത് പൊരിച്ചെടുക്കാം. എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം താഴേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഓട്ടയുള്ള ഒരു തവി കൊണ്ട് അതൊന്ന് പഫായിട്ട് വന്ന് തുടങ്ങും. അപ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും അതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ബ്രൗൺ ആവില്ല, ഒന്ന് ഗോൾഡൻ ആയാൽ മതി. ഈ ബട്ടൂറ ഒരുപാട് നേരം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കിയ ചന മസാല വെച്ചിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കാം.